യേശുവേ കൃപയേകുകിൽ ഈ ജന്മം എത്ര ധന്യമാ. യേശുവേ കൃപയേകുകിൽ പ്രാർത്ഥന എത്ര പുണ്യമാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലെ പ്രിയമുള്ളവരെ, നമ്മൾ നോമ്പുകാലത്തിൻ്റെ പാതിയോളം എത്തിയിരിക്കുകയാണ്. നോമ്പുകാലത്തിലെ 4ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ആദ്യമുണ്ടായിരുന്ന ആ ഒരു ചൂടും ചൂരും ഉണർവും ഉന്മേഷവും ഒക്കെ ഇപ്പോഴും ആ നോമ്പുകാലത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. ഈശോയുടെ കൂടെ ആയിരിക്കുവാനും ത്യാഗമെടുത്ത് ഈശോയെ സ്നേഹിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി ഇഷ്ടമുള്ള പലതിനോടുമൊക്കെ വേണ്ട എന്ന് പറയാനുമൊക്കെ നമുക്കിപ്പോഴും പറ്റുന്നുണ്ടോ? ഈ ഒരു നോമ്പുകാലം പ്രിയമുള്ളവരെ, കർത്താവ് അവിടുത്തെ സ്നേഹത്തിലേക്ക് നമ്മളെ വിളിക്കുന്ന സമയമാണ്. നമ്മൾ നമ്മളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, ഈശോയോട് നമ്മളെ തന്നെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഉറപ്പെന്താണ്? എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. ഞാനല്ല, എൻ്റെ കർത്താവാണ് എന്നെ സംരക്ഷിക്കുന്നത്. ഞാനല്ല, എൻ്റെ കർത്താവാണ് എന്നെ വിശുദ്ധീകരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ സങ്കീർത്തന ഒരു ഉറപ്പുണ്ട്. താൻ എവിടെ നിൽക്കുന്നു, ദൈവം എവിടെ നിൽക്കുന്നു. ഞാൻ ആരാണ്? എന്താണ് ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ അവസ്ഥ? അഹങ്കരിക്കാനോ അസൂയപ്പെടാനോ അഹംഭാവം ഭാവിക്കാനോ ഒന്നും എൻ്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് ഈ സങ്കീർത്തനം തുടങ്ങുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവിൻ്റെ തിരുസന്നിധി നമുക്കറിയാം. 2 ദിവസം മുമ്പ് നമ്മൾ ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന നമ്മൾ കേട്ടു. ആ ഫരിസേയൻ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? കർത്താവേ, ഞാൻ ഇന്ന ക്വാളിറ്റി പാപികളായി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലഭിക്കേണ്ട അവകാശം ശിക്ഷയാണ്. എന്നാൽ ആ ശിക്ഷയെ മാറ്റി എനിക്ക് അർഹതയില്ലാത്ത സ്നേഹം, ചോദിച്ചതിലും അധികം സ്നേഹം തന്ന് എൻ്റെ ശിക്ഷയെ മാറ്റി എന്നെ ചേർത്ത് പിടിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് അവിടുത്തെ കാരുണ്യം. അതെനിക്ക് നൽകപ്പെടുന്ന ഔദാര്യമാണ്. അതിനെനിക്ക് അവകാശപ്പെടാനൊന്നുമില്ല. അപ്പോൾ ആ ചുങ്കക്കാരൻ തന്നെ താഴ്ത്തിയിട്ട് പറഞ്ഞു: ദൈവമേ, ഞാൻ ഒന്നുമല്ല, ഞാൻ പാപിയാണ്. അവൻ സ്വയം തിരിച്ചറിഞ്ഞു ആരാണ് ദൈവമെന്നും ആരാണ് മനുഷ്യനെന്നും, ഞാൻ ആരാണെന്നും എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിൽക്കാൻ തക്ക യോഗ്യത പോലും എനിക്കില്ല എന്ന് ഈ സങ്കീർത്തനം അതേ ഒരു എളിമപ്പെടുത്തലിലൂടെ പോകുക. ദൈവത്തോട് പറയാം: ദൈവമേ, കോപത്തോടെ എന്നെ ശകാരിക്കരുത്. എനിക്കറിയാം ദൈവം അവകാശപ്പെടാനോ ന്യായവാദങ്ങൾ ഉന്നയിക്കുവാനോ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ പാപിയാണ്, ഞാൻ രോഗിയാണ്, എനിക്ക് കുറവുകളുള്ള വ്യക്തിയാണ്. ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടുണ്ട്, പലതവണ ഞാൻ പാപത്തിൽ വീണിട്ടുണ്ട്. ആഗ്രഹമുണ്ടായിട്ടല്ല ദൈവമേ, പക്ഷെ പറ്റിപ്പോയി. വീണ്ടും പറയണം: ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. ചോദിക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ. ദൈവസന്നിധിയിൽ നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നമ്മൾ താഴ്ത്തുമ്പോൾ, ദൈവസന്നിധി നമ്മൾ എളിമപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറയണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ, പൊങ്ങച്ചം പറയാൻ നമുക്ക് അവകാശമില്ല, അഹങ്കരിക്കാൻ നമുക്ക് അവകാശമില്ല. ദൈവസന്നിധിയിൽ അവകാശമില്ലാത്ത കാരുണ്യം ഔദാര്യത്തോടെ തരുമോ എന്ന് കരുണയിൽ മാത്രമേ നമുക്ക് ആശ്രയിക്കാനുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ വീണ്ടും പറയുന്നത്: കർത്താവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. അതേ പ്രിയമുള്ളവരെ, എന്നെ രക്ഷിക്കുവാൻ പരിശ്രമിക്കുക. നമ്മളെ തന്നെ രക്ഷിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ മറന്നു പോകുന്ന കാര്യം ഇതാണ്: ഞാനല്ല എന്നെ രക്ഷിക്കേണ്ടത്, എൻ്റെ രക്ഷകൻ കർത്താവാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറിനോട് പറയും: എനിക്ക് ഇന്ന രോഗമുണ്ട്, എനിക്ക് ഇതിനുള്ള മരുന്ന് തരണം. ഞാൻ ആ രോഗത്തെ മറച്ചു വെച്ചിട്ട് ഡോക്ടറോട് പറയുകയാണ്: എനിക്ക് രോഗമൊന്നുമില്ല കേട്ടോ എന്ന് പറയാൻ ഞാൻ ഉള്ളതിലധികം മേന്മ നമുക്ക് ഭാവിക്കാതിരിക്കാം. ദൈവത്തോട് പറയാം: ദൈവമേ, ഞാൻ വെറുമൊരു മനുഷ്യൻ, ഞാൻ വെറുമൊരു പാപി, നിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. ദൈവമേ, എനിക്ക് ഒത്തിരിയേറെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത കുറേ പ്രയാസങ്ങൾ എനിക്കുണ്ട്.
ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. ഒരു തരത്തിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോകുക. ഈശോയെ, ഞാൻ എന്ത് ചെയ്യണം? ഈശോയെ, എന്നെ രക്ഷിക്കാൻ വരണമേ. ഈശോയെ, എന്നെ രക്ഷിക്കണമേ. ഈശോയെ, എന്നെ രക്ഷിക്കണമേ. ഈശോയെ, എന്നോട് കരുണ തോന്നണമേ. ഇതായിരിക്കണം പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന. കാരണം അപ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ ഏറ്റുപറയാണ്, ദൈവമേ, ഞാൻ പാപിയാണ്. ദൈവമേ, ഞാൻ രോഗി. ബർത്തമീയൂസ് പ്രാർത്ഥിച്ചതുപോലെ ദാവീദിൻ്റെ പുത്രനായ യേശുവേ, പാപിയായ എന്നിൽ കരുണയായിരിക്കണമേ. ഈ നോമ്പുകാലത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. എൻ്റെ എല്ലാ കഴിവുകളെയും മാറ്റിവെക്കാം, അതല്ല എൻ്റെ ആശ്രയം. എൻ്റെ സമ്പത്തിനെ മാറ്റിവെക്കാം, അതല്ല എൻ്റെ രക്ഷ. എൻ്റെ സ്ഥാനമാനങ്ങളെ, എൻ്റെ ജോലികളെ മാറ്റിവെക്കാം, അതല്ല എൻ്റെ ഉറപ്പും അഭയകേന്ദ്രവും. വ്യക്തികളെ മാറ്റിവെക്കാം, അവരല്ല എൻ്റെ രക്ഷകർ. എൻ്റെ രക്ഷകൻ, എൻ്റെ സൗഖ്യദാതാവ്, എൻ്റെ എല്ലാം എൻ്റെ ഈശോയാണ്. ആ ഈശോയുടെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തെ ഞാൻ ഈ സമർപ്പിക്കും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്കൊന്നു ചേർന്ന് ഈ സമയം പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ലോകമാസങ്ങളുള്ള എല്ലാ പാപികളെ അങ്ങയുടെ കരുണക്കടലിൽ മുക്കിയെടുക്കണമേ. അവിടുത്തെ പരിശുദ്ധ കത്തോലിക്ക സഭയെ വിശുദ്ധിയിലും സ്നേഹവും ശാന്തിയും സമാധാനവും നിറയ്ക്കണമേ. കടബാധ്യതകളും രോഗദുരിതങ്ങളും അങ്ങ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ. രോഗികളായിട്ട് കഴിയുന്നവരെയും ഈ നാളുകളിൽ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഇവരോട് കരുണ തോന്നി ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കരുണയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടിന്മേലായിരുന്നു കൊണ്ട് കരങ്ങളെ മാറോട് ചേർത്ത് വെച്ച് ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കരുണയുടെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.